തിരുനാവായയിൽ നടന്നുവന്ന മഹാമാഘ മഹോത്സവം ഇന്ന് സമാപിക്കുകയാണ്. കേരള കുംഭമേള എന്നറിയപ്പെട്ട ഉത്സവത്തിലേക്ക് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. 15 ദിവസം നീണ്ടുനിന്ന ആത്മീയ സാംസ്കാരിക ഉത്സവമായിരുന്നു തിരുനാവായയിലേത്. ഇന്ന് നടന്ന അമൃതസ്നാനത്തോടെയാണ് മഹാമാഘ മഹോത്സവത്തിന് സമാപനം കുറിക്കുക. ഇന്ന് രാവിലെ 8 മണിക്ക് ആരതിഘട്ടിലാണ് അമൃതസ്നാനം നടന്നത്. മഹാമാഘ മഹോത്സവത്തിലെ ഏറ്റവും വിശുദ്ധമായ ആചാരങ്ങളിൽ ഒന്നാണ് അമൃതസ്നാനം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ റിപ്പോർട്ടർ രാമഭദ്രൻ തിരുനാവായയിൽ മഹാമാഘ മഹോത്സവം നടക്കുന്ന നിളാതീരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവിടെ എത്തിയ ഓരോ ആളിലും വളരെയധികം സന്തോഷവും ആഹ്ലാദവും അഭിമാനവും ഒക്കെ നിറഞ്ഞു കണ്ടു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രതിനിധി രാമഭദ്രനോട് അവർ നടത്തിയ പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇപ്രാവശ്യത്തെ കുംഭമേള നടക്കുകയാണ്, അവസാനിക്കാൻ പോവുകയാണ്. ഈ നിള ആരതിയെക്കുറിച്ചും ഈ വരുന്ന കുംഭമേളയെക്കുറിച്ചും എന്താണ് അങ്ങയുടെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഇത് കേരളത്തിൽ മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് നൂറുകണക്കിന് വർഷങ്ങളായി. ഏതാണ്ട് 271 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മാമാങ്കം നടന്നതായിട്ടും അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അല്ലെങ്കിലും ഭാരത സംസ്കാരത്തിൽ എക്കാലവും നദിയെ പൂജിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇവിടെ തന്നെയാണെങ്കിലും ഉണ്ടായിരുന്നു, പണ്ടുതൊട്ടേ ചെയ്തിരുന്നു. അതല്ലാണ്ട് നമ്മുടെ പമ്പ നദിയിലാണെങ്കിലും പമ്പ ദ്വീപ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ കാശിയിൽ, വാരണാസിയിലെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മഹാകുംഭമേളയിൽ പങ്കെടുത്ത ആളാണ്. അവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ ഏതായാലും ഇവിടെ എത്തിച്ചേർന്നു. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളും ബോധവാന്മാരാകുന്നു. അങ്ങ് പറഞ്ഞാണൊക്കെ തന്നെ ഈ ശബ്ദതരംഗങ്ങളൊക്കെ മാറ്റിവെച്ച് ചെവി അടപ്പിക്കുന്ന ശബ്ദത്തേക്കാൾ ഉപരിയായിട്ട് നാമജപങ്ങളും അതുപോലെ ഭക്തിയുടെ ഒരു ഭാഗം വന്നു ചേർന്നു. ഹൈന്ദവ സമൂഹത്തിൻ്റെ വലിയൊരു കൂട്ടായ്മ ഈ നിളയുടെ തീരത്ത് വന്നുകൂടിയതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. മാമാങ്കത്തിന് ഇത്രയധികം ആളുകൾ വന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇതിനൊരു ഒരു തടസ്സം നേരിട്ടുണ്ടായി. അതിനെതിരെ നമ്മൾ ഭക്തജനങ്ങൾ പ്രതികരിച്ചു. അത് നടത്താൻ സംഭവമായി. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ജനസമുദ്രം വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കണേ. ഇന്നലെയൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത ജനങ്ങൾ വഴിയിൽ ബ്ലോക്കായിട്ട് എത്രയോ മണിക്കൂറോളം കാത്തു നിൽക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ നാളെ ഇത് സമാപിക്കുകയാണ്. എന്തു തന്നെ പറഞ്ഞാലും ഈ പരിപാടി ഗംഭീരമായി വിജയിച്ചു. ഇത് വരും വർഷങ്ങളിൽ ഇത് തുടർന്നും ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നമ്മുടെ കേരളത്തിലെ ഭാരതപ്പുഴയുടെ തീരത്ത് ഇത്രയും മനോഹരമായിട്ടൊരു കുംഭമേള നടത്താൻ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. മറ്റേത് നമ്മൾ പ്രയാഗിലേക്ക് ഓടണം, പ്രയാഗിലേക്ക് ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുത്തെ കാലാവസ്ഥയ്ക്കും ഭയങ്കര ഇതായിരുന്നു. നമ്മളുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ മലയാളീസിന്, പ്രത്യേകിച്ചും തമിഴ്നാട് ഈ ഭാഗത്തു നിന്ന് വരുന്ന, ഞാനൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ വളരെ സൗകര്യം, വലിയ സന്തോഷം, വളരെ സന്തോഷം. അത് തന്നെ 100 വർഷം മുമ്പ് കണ്ട മാമാങ്കം നടന്ന ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ചരിത്രപരമായിട്ട് ഈ ഭൂമി നല്ല പ്രകൃതി ഭംഗിയും നല്ല ഐശ്വര്യമുള്ള ഭൂമിയാണിത്. ഇവിടെ എന്ത് പരിപാടി വെച്ചാലും എന്ത് ദൈവസങ്കല്പങ്ങൾ ഉണ്ടെങ്കിലും നല്ലതാണ്. എല്ലാവരും നിള നദിയിൽ കുളിച്ച് സ്നാനം ചെയ്യുന്നത് തന്നെ ഒരു പുണ്യകർമ്മമായി കണക്കാക്കാം. ഇതൊക്കെയാണ് നീള നദിയെ പറ്റി പറയാനുള്ളത്. ഇവിടെ തിരുനാവായ നമ്മുടെ കൈതപ്പുറം ദാമോദരൻ പുരിയുടെ വീട് ഈ ഭാഗത്താണ്. അദ്ദേഹം ഇവിടെ ഇരുന്നാണ്, ഈ ആലിഞ്ചുവട്ടിലിരുന്നാണ് കൃതികളൊക്കെ രചിച്ചതും അവരുടെ ഇതൊക്കെ നടന്നത്. എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി നടന്നത്. തിരുനാവായ നമ്മൾ ബലിതർപ്പണത്തിനാണ് സാധാരണ അക്കരയ്ക്ക് വരാറ്. പക്ഷേ ഈ അനുഭവം ആദ്യമായിട്ടാണ്. അവിടെ നിന്നിട്ടാണ് ബ്രഹ്മാവ് ശിവൻ എന്നുള്ള ആ ഒരു സങ്കല്പം മാത്രമായിരുന്നു. ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു അവസരം ഉണ്ടായില്ല. ഈ സമയത്താണ് നമുക്ക് ഈ 2 ക്ഷേത്രങ്ങളും ദർശിക്കാനും ഈ ഒരു പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇനി വരും കൊല്ലങ്ങളിലും ഇതിൽ നന്നായിട്ട് ഈ പ്രദേശം മാറണം. ഈ നദീതടം ഒട്ടാകെ ഒരു ഹിന്ദു സംഗമ വേദിയാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നാഗസന്യാസി വര്യന്മാർ ഉൾപ്പെടെ ഉള്ളവരും വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അമൃത സ്നാനത്തിന് ശേഷം യതിപൂജയും ഭണ്ഡാര എന്ന വിശിഷ്ട ആചാരവും നടക്കും. സന്യാസി വര്യന്മാർക്ക് സമൃദ്ധമായ അന്നദാനം നടത്തുന്നതാണ് ഈ ചടങ്ങ്. ഹിന്ദു പുരാണ പരമ്പരകൾ അനുസരിച്ച് അമൃത സ്നാനം ആത്മശുദ്ധിയെയും അമരത്വ സാധനയെയും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നതാണ്. ഈ ദിവ്യയോഗത്തിൽ നടത്തുന്ന പുണ്യസ്നാനം പാപമുക്തി നൽകുകയും ജന്മമരണ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിന് വഴിയൊരുക്കുകയും ആത്മീയ ഉണർവിലേക്കുള്ള യാത്ര സഫലമാക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. അമൃതസ്നാനത്തിന് പിന്നാലെ യതിപൂജ നടക്കും. സനാതന ധർമ്മത്തിനായി സർവ്വതും ഉപേക്ഷിച്ച് ജീവിതം സമർപ്പിച്ച സന്യാസിമാരെയാണ് യതി എന്ന് വിളിക്കുന്നത്. ധർമ്മത്തെ നയിക്കുന്ന ഇത്തരം യതി ആചാര്യന്മാരെ പൂജിക്കുന്നത് ഗുരുത്വബോധവും ജീവിതത്തിൽ സൽമാർഗഗതിയും ലഭിക്കും എന്നാണ് വിശ്വാസം. ജ്ഞാനികളായ സന്യാസിമാരുടെ പാദപൂജയും അവർക്കുള്ള അന്നദാനവും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും മഹത്തായ പുണ്യം നൽകുമെന്നാണ് വിശ്വാസം.